ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ബി എ ഗുഡ് മോം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. കുറേ പുതിയ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ വ്ലോഗ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്. എൻ്റെ പേര് അനുഷ എന്നാണ്. ഞാനൊരു വർക്കിംഗ് വുമൺ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ. ഞാനൊരു സെമിനാരിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷന് മക്കൾ കളിച്ച ഡാൻസാണ്. ഇത് മൊത്തം അങ്ങോട്ട് വോയിസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓഫ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ കോളേജിൽ ഒരു സെലിബ്രേഷൻ നടന്നത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ പിള്ളേരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി കുറേ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. പിള്ളേർക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന് ശേഷം എനിക്കിന്ന് വർക്കില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് വാഴച്ചുണ്ടാണ്. വാഴച്ചുണ്ട് സവാളയും അതുപോലെ തന്നെ തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം അതൊന്ന് കടുക് വറുത്തെടുക്കണോ വേവിക്കണോ അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തോരനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ ആ ഒരു അടപ്പുണ്ടല്ലോ അതൊന്ന് തുടച്ച് വെക്കുകയാണ് നനഞ്ഞ തുണി വെച്ചിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു ഡപ്പി ഇങ്ങനെ ഫ്രഷായിട്ട് തോന്നും. അപ്പോൾ ഇത് കടുകൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചായിരുന്ന നമ്മുടെ വാഴച്ചുണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് നാളായിട്ടോ നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വർക്ക് വീട്ടിലിരുന്ന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ടൈം അനുസരിച്ച് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഓഫീസിൽ പോയി ചെയ്യേണ്ടത് കൊണ്ട് നമ്മുടെ ടൈം അതിനനുസരിച്ച് അങ്ങോട്ട് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വ്ളോഗൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കറി എവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ വെള്ളവും കുടിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണമല്ലോ. നമ്മുടെ ഹെൽത്തി ആയിട്ടിരുന്നാലാണല്ലോ നമ്മുടെ ഫാമിലിയും ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ 2024 വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പലയിടത്തും മഴ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഒരു തീരുമാനം എടുത്തേക്കുന്നത് ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാന്തമാണ്, കാന്തപ്പൊടി. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലോട്ട് പോയി കേട്ടോ. അപ്പോൾ കുട്ടിക്കാലത്തിലെ മെയിൻ ഹോബി എന്ന് പറയുന്നത് നമുക്ക് ഫോണോ ടി വിയോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇതുപോലുള്ള കാന്തപ്പൊടി പിടുത്തം, അതിനെ പല പല ഷേപ്പിലാക്കുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഡീക്ലട്ടറിങ് സ്കെഡ്യൂൾ അനുസരിച്ച് ഡീപ്പ് ക്ലീൻ സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് ഇതാണ് കേട്ടോ ഷെൽഫാണ്, കബോർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ അടിയിലുള്ള ഒരു ഷെൽഫാട്ടോ. ഇതിവിടെ ഞാൻ കണ്ണിക്കേണ്ട സാധനങ്ങളൊക്കെ വലിച്ചു വാരി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. പക്ഷേ ക്രാഫ്റ്റ് ചെയ്യലൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പുതിയ വർഷത്തിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനെയും കൂടി ഒന്ന് ഒരുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ വർഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ. പിന്നെ ആ 1-2 ദിവസത്തെ ഒരു പ്രത്യേകത, അതല്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ തന്നെയാണ്. നമ്മുടെ ജോലികളും നമ്മുടെ കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ പുതിയ വർഷം എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലല്ലോ. എന്നാലും നമ്മളൊന്ന് നന്നാവാൻ ശ്രമിക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു ജനുവരി 1 എന്നൊക്കെ പറയുന്നത്. നമ്മൾ പുതിയ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നൊരു സമയമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ 2024 വരുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞാൻ വീടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് കുറച്ച് സ്പേസ് ഉണ്ടാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ വർക്ക് ഈസി ആവും. കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഇരിപ്പുണ്ട്. അതുപോലെ കണ്ണിക്കേണ്ട കുപ്പിയും എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടാണ് വെക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് വെക്കും, അത് കഴിയുമ്പോഴത്തേന് എടുത്ത് വെക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടു പോകുന്നുണ്ടെങ്കിലും 11:30 തുടങ്ങി 2:30 ആയപ്പോഴാണ് തീർന്നത്. നല്ല വർക്ക് ഉണ്ടായിരുന്നു.
ഈ ഒരു ഷെൽഫ് മാത്രമല്ല, ഞാൻ നമ്മുടെ സൈഡിലുള്ള ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ആ ഒരു ഷെൽഫും കൂടിയും ഒതുക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, വെറുതെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞു, കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പഴയ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്താ നമുക്ക് ഡംപ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ ക്യാമ്പസിൽ തന്നെ. നമുക്ക് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ട് പിന്നെ അത് മാറ്റി അങ്ങനെ നമ്മൾ ആക്രി എടുക്കുന്ന സ്ഥലമുണ്ടല്ലോ, പഴയ സാധനങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നമ്മുടെ കോളേജിൽ ഈ ഹരിതകർമ്മസേനയുടെ ചേച്ചിമാർ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാനിതാ നമ്മുടെ അടിച്ചു വാരലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാനൊന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കിച്ചൺ മാത്രമേ തുടയ്ക്കുന്നുള്ളൂ. അപ്പോഴത്തേന് സമയം പോയി 2:30 ആയിട്ടോ. അപ്പോൾ എനിക്ക് സ്കൂൾ വരെ ഒന്ന് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിർത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ ഒന്ന് തുടച്ചും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേന് ഒരു സമാധാനം സന്തോഷമൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ആരും കാണില്ല, അല്ലെങ്കിൽ കാണാനായിട്ടൊന്നുമില്ല. എന്നാൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഹാപ്പിയാക്കി വെക്കുക, നമ്മുടെ വീടിനെ സുന്ദരിയാക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ വർക്കില്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് നിന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനി 2024 എത്തുന്നതിന് മുന്നായിട്ട് ഡീക്ലിറ്ററിങ് ചെയ്തെടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് ക്ലീനും ചെയ്തെടുക്കാനുണ്ട്. എനിക്കൊരു സ്കെഡ്യൂളൊക്കെ ഉണ്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ളത്. പക്ഷേ വർക്ക് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് അതനുസരിച്ച് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലിരിക്കുന്ന ദിവസങ്ങൾ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് പറ്റാഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അവധി അങ്ങനെ കിട്ടിയതാണ്. കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതുപോലൊരു ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടി വി സ്റ്റാൻഡൊക്കെ ഒതുക്കാനുണ്ട്, അത് ഞാൻ ഒതുക്കിയില്ല, സമയമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റും അതുപോലെ തന്നെ കുഞ്ഞി ഇതുപോലെ ക്ലീനിങ്ങും മോട്ടിവേഷനും പിന്നെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്കും ചെയ്ത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണോ, ഇഷ്ടപ്പെടാണ്ടായ കാരണം എന്താ, ഇഷ്ടമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മളൊരു വീട് ക്ലീനിങ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.